അങ്ങനെ അവസാനം സ്വർണ്ണം കാക്കുന്ന ദേവിയാണെങ്കിൽ ഹീറോനെ ബലിയിട്ടാത്തോണ്ട് തന്നെ നാട്ടുകാരെല്ലാവരെയും കൊല്ലാൻ തുടങ്ങുകയാണ്. സോ വേറെ വഴിയില്ലാതെ നാട്ടുകാരെ ഗ്രാമം ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയാവും. അതേസമയത്ത് ഈ സൈഡ് രക്ഷപ്പെട്ടു പോയി ഹീറോന്റെ ജീവൻ എടുക്കാൻ വേണ്ടി ദേവിയാണെങ്കിൽ ഹീറോന്റെ അച്ഛനെ അമ്മനെ വശീകരിക്കാൻ നോക്കുകയാണ്. അങ്ങനെ കയ്യിൽ കത്തിയുള്ള സമയത്ത് ദേവിയോട് വശീകരിക്കുകയാണ്. സോ ഇവളും അവനെ കൊല്ലാൻ വേണ്ടി അടുത്തേക്ക് പോകുന്നുണ്ടാവും. പക്ഷെ പെട്ടെന്ന് അവിടേക്ക് ഹസ്ബൻഡ് ഒന്ന് തടയാണ്. അപ്പോഴായിരിക്കും അവൾക്ക് സ്വയബോധം വരുന്നുണ്ടാവുക. കയ്യിൽ കത്തിയാണെന്ന് അവളാണെങ്കിൽ പാനിക് ആവുകയാണ്. സോ നമ്മളിനെ ജീവിച്ചിരുന്നാലും അങ്ങനെ ജീവൻ ആപത്താവെന്ന് പറഞ്ഞ് സ്വയം മരിക്കാൻ നോക്കും. അങ്ങനെ കിണറ്റിൽ ചാടാൻ വേണ്ടി പോകുന്ന സമയത്ത് വീണ്ടും ഹസ്ബൻഡ് വന്ന് അവളെ രക്ഷപ്പെടുത്തുകയാണ്. പക്ഷെ അടുത്ത ദിവസം ഹീറോനെ കൊല്ലാൻ വേണ്ടി ദേവിയാണെങ്കിൽ ഇവനെ വശീകരിക്കും. പക്ഷെ ആ സമയത്ത് ഇവൾ വന്ന് കുട്ടി അവന്റെ നിന്ന് വാങ്ങിയിട്ട് അവനെ രക്ഷപ്പെടുത്തുകയാണ്. സോ ഇവർ രണ്ടാൾക്കും ആ ദേവി ഇവർ യൂസ് ചെയ്ത് ഹീറോനെ കൊല്ലാൻ നോക്കുന്ന കാര്യമാണെങ്കിൽ അറിയുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ടുപേരും മരിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവസാനം രണ്ടുപേരും ഹീറോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തീ കൊളുത്തി മരിച്ചു പോകും. അതിനുശേഷം ഇവന്റെ ബന്ധുക്കളായിരിക്കും എടുത്ത് വളർത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഹീറോ വലുതാവുകയാണ്. പക്ഷെ ആ സമയത്ത് ആ ദേവിയാണെങ്കിൽ ഇവനെ വിടാതെ കൊല്ലാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവന്റെ പേരൻസ് ആണെങ്കിൽ പ്രേതമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ കണ്ണിൽ കാണാൻ സ്വർണ്ണം കൊടുക്കാൻ വേണ്ടി വീണ്ടും ആ ഗ്രാമത്തിൽ പൂജ കഴിക്കുന്നുണ്ടാവും. ഇവന് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഡൗട്ടുള്ള ഹീറോ ആണെങ്കിൽ പ്രേതങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരോടൊപ്പം ഗ്രാമത്തിലും പോയിട്ടുണ്ടാവും. പക്ഷെ അവിടെയുള്ള സ്വർണ്ണം കാക്കുന്നതും അതുപോലെ ഇവനെ കൊല്ലാൻ നോക്കുന്നതും ആ ദേവിയാണെന്ന് അറിയാം. ഇവനാണെങ്കിൽ ദേവിയുടെ കൺമുന്നിൽ തന്നെ പോയി വിടും. നെക്സ്റ്റ് പാട്ട് വേണമെങ്കിൽ അത് കമന്റ് ചെയ്ത് വീഡിയോക്ക് ലൈക്കും ചെയ്യുക. പ്രീവിയസ് ചെക്ക് ചെയ്ത് നോക്കുക.